അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള അവസരം ഇന്ത്യ പാഴാക്കിയെന്നും ആ സ്ഥാനം പാകിസ്ഥാൻ കൈക്കലാക്കിയെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചത് നിങ്ങളിൽ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് എന്തോ നയതന്ത്ര വീഴ്ച ഇന്ത്യക്ക് പറ്റി, പാകിസ്ഥാൻ അതാ എന്തൊക്കെയോ വലുത് നേടിയെടുക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റിയില്ല, ഇതാ പാകിസ്ഥാൻ വെടിനിർത്തൽ ഉണ്ടാക്കി, സമാധാനമുണ്ടാക്കി, ഇന്ത്യക്കൊന്നിനും കഴിഞ്ഞില്ല, മോദിയുടെ ഫോറിൻ പോളിസി പരാജയമാണ് എന്നൊക്കെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുണ്ട്, ജയറാം രമേശ് ഉണ്ട്, കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളുണ്ട്. ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച കൊട്ടിഘോഷിച്ച വെടിനിർത്തൽ എവിടെ ഇപ്പോ? ഇതാ അമേരിക്ക ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ വരുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര പരാജയമാണ്, ആനയാണ്, ചേനയാണ്, കോക്കനട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ എവിടെ? നരേന്ദ്രമോദിയെ ഫോറിൻ പോളിസിയും നയതന്ത്രവും പഠിപ്പിക്കാൻ ഇറങ്ങിയ 10 പൈസയ്ക്ക് വിലയോ ബോധമോ ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ ഏത് മാളത്തിൽ പോയി ഒളിച്ചു? അതായത് എന്തിനും കുറ്റം കണ്ടുപിടിക്കുക. ഒന്ന് ആലോചിക്കുക, ഇനിയിപ്പോൾ അഥവാ ഇന്ത്യ ഈ ഒരു മീഡിയേറ്റർ റോളിലേക്ക് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയെന്ന് കരുതുക. ഇന്ത്യ ഇറങ്ങുന്ന സമയത്ത് ഇവർ എന്തായിരിക്കും പറയാന്നറിയോ? ഇത്രയും കാലം ഇന്ത്യ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇന്ത്യയുടെ ചേരിചേരാ നയത്തെ ഇത് ബാധിക്കും, ഫോറിൻ പോളിസിയിലെ വീഴ്ചയാണ്, മോഡി അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങിയത് കൊണ്ടാണ്, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് മധ്യസ്ഥത വഹിക്കാൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇതേ കൂട്ടര് വരിക. ഇനി അഥവാ ഇന്ത്യ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് കരുതുക. പാകിസ്ഥാന്റെ സ്ഥാനത്ത് ഇന്ത്യയാണ് മധ്യസ്ഥത വഹിക്കാൻ പോയത്, ഒടുവിൽ അത് പാളിപ്പോയിട്ട് വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായി എന്ന് കരുതുക. ഉടനെ തന്നെ ഇതേ കൂട്ടർ എന്തായിരിക്കും പറയുക? മോദിയുടെ ഫോറിൻ പോളിസി പരാജയപ്പെട്ടു, ഇന്ത്യ മധ്യസ്ഥത വഹിക്കാൻ പോയിട്ട് എന്തുണ്ടായി? ഒരു വിലയും ഇന്ത്യക്ക് ഈ ലോകത്തില്ല, അമേരിക്ക വില കൽപ്പിക്കുന്നില്ല, ഇറാൻ വില കൽപ്പിക്കുന്നില്ല, ഇന്ത്യ നാണം കെട്ടു, മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയിരിക്കുകയാണ് എന്ന് തുടങ്ങി പറയാൻ ഇനി ഒന്നും ബാക്കി കാണില്ല. അതായത് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നോ അതിന് വിപരീതമായ കാര്യമാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ വിമർശിക്കുക. ഇതിനു വേണ്ടി മാത്രം ജനിച്ച കുറെ പടുവാഴകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് ഖേദകരമാണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ പുലർത്തുന്ന മൗനത്തെ വളരെ ശക്തമായി വിമർശിച്ച നേതാവാണ് അദ്ദേഹം. ആഗോളതലത്തിൽ വലിയ സ്വാധീനമുള്ള ഇന്ത്യ കൃത്യമായ നിലപാടെടുക്കാതെ മാറി നിന്നത് രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിച്ചുവെന്നും നയതന്ത്രപരമായ ഈ മൗനം ഇന്ത്യയുടെ ആഗോള പദവിക്ക് മങ്ങലേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കുറ്റപ്പെടുത്തിയത്. മുൻപ് US-ഉം ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ മധ്യസ്ഥത വഹിച്ചു വന്നത് പാകിസ്ഥാനായിരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടി മോദി സർക്കാരിന്റെ വിദേശ നയത്തിനേറ്റ കടുത്ത തിരിച്ചടിയാണ് ഇത് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. വിശ്വഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യം ഈ വലിയ പ്രതിസന്ധിയിൽ ഒരു പങ്കും വഹിക്കാതെ നയതന്ത്രപരമായി പരാജയപ്പെട്ടപ്പോൾ അയൽ രാജ്യമായ പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു പ്രധാന മധ്യസ്ഥനായി ഉയർന്നു വന്നത് ഇന്ത്യക്ക് വലിയ തന്ത്രപരമായ കോട്ടമാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നേതാക്കളും തലപൊക്കി വന്നു. പാകിസ്ഥാന്റെ അതേ വാദങ്ങൾ ഇവർ പിന്തുടർന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സമാധാന ശ്രമങ്ങൾ അമ്പേ പരാജയപ്പെട്ടു. കഴിഞ്ഞ മാസം US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന് പിന്നിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥത ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ആ കരാർ വെറും 1 മാസം പോലും തികയുന്നതിന് മുൻപ് തകരുകയും വീണ്ടും ശക്തമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മധ്യസ്ഥ ശ്രമം ഒരു വലിയ പരാജയമായി മാറി. ഈ പരാജയത്തിന്റെ പാപഭാരം, നാണക്കേട് ആര് ചുമക്കും? പാകിസ്ഥാൻ തന്നെ ചുമക്കണം. വലിയ ഹീറോ കളിച്ച് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടും സ്യൂട്ടും ഇട്ട് മാമനും മരുമോനും കൂടെ ട്രംപിന്റെ ഇടവും വലവും നടന്നത് നമ്മൾ കണ്ടു. ആര്? നമ്മുടെ അസിം മുനീറും അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസ് ഷെറീഫും. രണ്ടുപേരും തലയിലും മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യയാണ് അവിടെ ഇടപെട്ടിരുന്നെങ്കിലോ നമ്മൾ നാണം കെട്ടനെ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്നായിട്ടറിയാം ഏത് വിഷയത്തിൽ ഇടപെടണം, ഏത് വിഷയത്തിൽ ഇടപെടരുത് എന്ന്. ഇന്ത്യ ആവശ്യമുള്ള കാര്യങ്ങളിലേ ഇടപെടൂ. അവിടെ യുദ്ധം നടക്കുമ്പോൾ മോദി എന്താ ചെയ്തത്? ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കരാറുകൾ ഉണ്ടാക്കുകയാണ്, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർ യുദ്ധം ചെയ്യുകയോ തമ്മിൽ തല്ലി ചാവുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, അവരെ പാടായി. നമ്മുടെ രാജ്യം സമാധാനത്തിൽ അധിഷ്ഠിതമായി വികസനത്തെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക വിഷയം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കരാറിന് വലിയ ആയുസ് ഉണ്ടാവില്ല എന്നും പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും
കോർ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യക്ക് എവിടെ ഇടപെടണം എവിടെ ഇടപെടണ്ട എന്നൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ കിടന്ന് നയാ പൈസയുടെ വിവരമില്ലാത്ത കുറെ ആളുകൾ പാകിസ്ഥാന്റെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയത് കൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല. വിവരവും ബോധവും ഉള്ളവരാണ് രാജ്യം ഇന്ന് ഭരിക്കുന്നത്. അവർക്ക് നന്നായിട്ട് അത് ചെയ്യാനും അറിയാം. കോൺഗ്രസ് ഗവൺമെന്റുകൾ നല്ലത് ചെയ്തിട്ടുള്ള ഗവൺമെന്റുകളും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില ഗവൺമെന്റുകളുടെ കാലത്ത് നമ്മൾ കണ്ടത് എന്താണ്? അതായത് അതിർത്തിയിൽ വികസിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഡിഫൻസ്. ചൈനയെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഡിഫൻസ് എന്നാണ് ഞങ്ങൾ കുറെ കാലം കരുതിയത് എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രിയും ഗ്രാമങ്ങളിൽ പോയി പച്ചക്കറി വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ നേരത്ത് അവിടെയുള്ള ആളുകൾ എങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനാണ്, അവർക്ക് ഇലക്ട്രിസിറ്റി അതിനെവിടെ കിട്ടാനാണ്, ഈ കാർഡും കൊണ്ട് അവർ നടക്കണോ അല്ലെങ്കിൽ കാർഡ് സ്വാപ്പ് ചെയ്യാനുള്ള മെഷീനും കൊണ്ട് നടക്കണമോ എന്ന് ചോദിച്ച ഒരു ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്ന കാലവുമുണ്ട് കോൺഗ്രസിൽ. അവരുടെ കൺമുന്നിൽ തന്നെയാണ് ഇന്ന് ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലും വനങ്ങളിലും പോലും ഒരു QR കോഡ് വെച്ചുകൊണ്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഇന്ന് 6 രൂപയല്ല 1 രൂപ വേണമെങ്കിലും നമുക്ക് ഇന്ന് അയക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ വിഷനുള്ള ബോധമുള്ള കാര്യപ്രാപ്തിയുള്ള ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അവർക്ക് നന്നായിട്ടറിയാം ഈ രാജ്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷത്തിലെ പല നേതാക്കൾക്കും എന്തിനെ വിമർശിക്കുക എന്ന ഒരു രീതിയാണുള്ളത്. ജയറാം രമേശിനെയൊക്കെ പോലുള്ള പടുവാഴകളാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളെയൊക്കെ മാതൃകയാക്കണം. എന്തിന് കേരളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ കുറെ നേതാക്കളുണ്ട്. രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ വളരെ യുക്തിപൂർവ്വം തീരുമാനമെടുക്കുന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ പോലുമുണ്ട്. വളരെ മികച്ച നേതാക്കൾ. എന്നാൽ ദേശീയ നേതൃത്വം എന്ന് പറയുന്ന ഒരു മാങ്ങാത്തൊലിയുണ്ട് നമ്മുടെ കോൺഗ്രസിന്. സത്യത്തിൽ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഹുൽ ഗാന്ധിയും നേതൃത്വത്തെയൊക്കെ കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ പ്രശ്നത്തിലാവും. പക്ഷെ അവരൊക്കെ മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും സോ കോൾഡ് സോണിയ കുടുംബവും തന്നെയാണ്. യാതൊരു പ്രായോഗിക ബുദ്ധിയില്ലാതെയുള്ള പ്രതികരണങ്ങളും തീരുമാനങ്ങളും. ഇന്ത്യ എങ്ങനെയാണ് ഈ ഇസ്രായേൽ ഇറാൻ അമേരിക്ക പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കുക? കോറായിട്ടുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതാണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം തന്നെ. രണ്ടാമതായിട്ട് ഇസ്രായേലിനെതിരായിട്ട് ലെബനനിലും അതുപോലെ യമനിലും അടക്കമുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളെ, പലസ്തീനിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇസ്രായേലിന്റെ പ്രശ്നം. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്നുള്ള ഇറാന്റെ പലപ്പോഴായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇസ്രായേലിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ ഉള്ളത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ തൽക്കാലം ഈ ലോകത്ത് ആരുടെയും കയ്യിലില്ല. ഒന്നുകിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് ഞങ്ങൾ ഇനി ഒന്നിനുമില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഇസ്രായേൽ പറയണം അവർ ആണവായുധം ഉണ്ടാക്കുകയോ ഞങ്ങളെ ആക്രമിക്കാൻ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുകയോ ആയുധം കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അവർ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ സഹിച്ചോളാമെന്ന് ഇസ്രായേൽ പറയണം. ഇത് രണ്ടും നടക്കാത്തിടത്തോളം കാലം ഇതിൽ എന്താണ് ഒരു സൊല്യൂഷൻ? അപ്പൊ ഇതിലെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ യുദ്ധത്തിൽ ജയിക്കുകയോ തോൽക്കുകയോ വേണം. അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. എത്രയോ ഘട്ടങ്ങളായിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു. ഇവിടെ പാകിസ്ഥാൻ PR വർക്ക് നടത്തിയിട്ട് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ത്യക്ക് ഒരു മധ്യസ്ഥ റോള് വഹിച്ചിട്ട് ഇമേജ് ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഇന്ത്യക്ക് അത്യാവശ്യം നല്ല നിലയും വിലയൊക്കെ ലോകത്തുണ്ട്, അത് മതി. അല്ലാതെ ഈ യുദ്ധം നിർത്താൻ ശ്രമിച്ചിട്ട് ഉള്ള ഒരു ഇമേജിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ പണിയും അതല്ല. നമ്മൾ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ട് കൂലിക്കാരായിട്ട് പോയിട്ട് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമൊന്നുമല്ല. മധ്യസ്ഥത വഹിക്കുന്ന രാജ്യം പറയുന്നത് രണ്ടു കൂട്ടർ അംഗീകരിക്കണം. അപ്പോൾ മാത്രമേ അവിടെ യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥത നടക്കൂ. ഇതിപ്പോ ഹംസത്തിന്റെ പണിയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എഴുതി കൊടുക്കുന്ന കത്ത് കൊണ്ടുവന്ന് അപ്പുറത്ത് കൊടുക്കുന്നു. ഇറാന്റെ പ്രസിഡന്റും അവിടുത്തെ മിലിറ്ററിയും കൊടുക്കുന്ന കത്ത് കൊണ്ടുവന്ന് ട്രംപിന്റെ അടുത്ത് കൊടുക്കുന്നു. ആ ഒരു പണിയാണ് അവിടെ ചെയ്യുന്നത്. അതിന്റെ പേര് മധ്യസ്ഥ വഹിക്കൽ എന്നല്ല. അപ്പൊ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു എന്നറിയോ? എന്തെല്ലാം പരിഹാസങ്ങളായിരുന്നു നരേന്ദ്രമോദിയെ വിശ്വഗുരുവിനെ വിശ്വകുരു എന്ന് പറഞ്ഞ് എന്തെല്ലാം മോശമായ വാചകങ്ങളാണ് മോദിക്കെതിരെയും ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും നിന്നുകൊണ്ട് വരെ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അവരുടെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയല്ലേ ഇപ്പോ. ഈ യുദ്ധം വീണ്ടും തുടങ്ങിയപ്പോ എവിടെ പോയി സമാധാന ശ്രമങ്ങൾ? എവിടെ പോയി സമാധാന ഉടമ്പടി? എവിടെ പോയി? ഇന്ത്യ ഇടപെടാത്തതിന്റെ കാരണം ഈ സമാധാന ശ്രമങ്ങളുടെ ഒടുവിൽ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.